നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ഭരണത്തിന്റെ മേന്മകളും കോട്ടങ്ങളും, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളുമൊക്കെയാണ്. എന്നാൽ ഇത്തവണ ഭരണപക്ഷം പ്രതിപക്ഷത്തെയോ പ്രതിപക്ഷം ഭരണപക്ഷത്തെയോ കുറ്റപ്പെടുത്തുന്നില്ല. രണ്ടുപേരും കുറ്റപ്പെടുത്തുന്നതും പറയുന്നതും ഡീലുകളെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടരും ഇപ്പോൾ പേടിക്കുന്നത് BJPയാണ്. BJP വികസന അജണ്ട ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുകയാണ് ഇരു മുന്നണികളും. ഇപ്പോൾ ഡീൽ 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 എന്ന് പറഞ്ഞ് അവസാനം കുടുങ്ങിയിരിക്കുന്നത് കോൺഗ്രസും CPM-ഉമാണ്. കോൺഗ്രസ് CPM ഡീലിന് തെളിവ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള രഹസ്യധാരണയ്ക്ക് തെളിവ് പുറത്തുവിട്ടിരിക്കുകയാണ് BJP. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി NMR റസാഖ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് BJP പുറത്തുവിട്ടത്. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിലാണ് റസാഖ് പങ്കെടുത്തിട്ടുള്ളത്. LDF-ഉം UDF-ഉം ഒന്നാണെന്ന തലക്കെട്ടോടെയാണ് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്നത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് NMR റസാഖ് പ്രതികരിച്ചു. പ്രചരിക്കുന്ന ഫോട്ടോകൾ കുട്ടിക്കലാശ ദിവസത്തേതാണെന്നാണ് വാദം. ശോഭ സുരേന്ദ്രനാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി. സിനിമാ മിമിക്രി താരം രമേശ് പിഷാരടിയാണ് കോൺഗ്രസിനായി ജനവിധി തേടുന്നത്. ഏതായാലും 1.5 വർഷം മുമ്പ് കോൺഗ്രസിന്റെ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്ത ആൾ ഇന്ന് CPM സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നതാണ് പാലക്കാടിന്റെ പ്രത്യേകത. പാലക്കാട് ശോഭ സുരേന്ദ്രൻ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാൻ കഴിയും. വലിയ ആവേശത്തോടെയാണ് പാലക്കാട് ശോഭ സുരേന്ദ്രനെ സ്വീകരിക്കുന്നത്. ഇന്നലെ ശോഭ സുരേന്ദ്രന് വേണ്ടി സുരേഷ് ഗോപി അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നതും അതുകൊണ്ട് തന്നെ പാലക്കാട് കഴിയുന്നത്ര വികസനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുമാണ് ഇപ്പോൾ BJP അടക്കമുള്ളവർ പറയുന്നത്. പാലക്കാട് MLA സ്ഥാനാർത്ഥി കൂടി വന്നാൽ പാലക്കാടിന്റെ സമഗ്ര വികസനം സാധ്യമാകുമെന്നാണ് ഇവിടുത്തെ ജനങ്ങളും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ശോഭ സുരേന്ദ്രന് വലിയ പ്രതീക്ഷയാണുള്ളത്. ശോഭ സുരേന്ദ്രൻ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കേരളത്തിൽ BJP പ്രതീക്ഷ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്നാണ് പാലക്കാട്. മലമ്പുഴ മണ്ഡലവും BJPക്ക് വിജയ പ്രതീക്ഷയുണ്ട്. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ തവണയും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. മലമ്പുഴയും 2ാം സ്ഥാനത്ത് തന്നെയുണ്ട്. BJPയുടെ എക്കാലത്തെയും വൈബ്രന്റ് ലീഡറായ ശോഭ സുരേന്ദ്രൻ പാലക്കാട് തെരഞ്ഞെടുപ്പിന് മത്സര രംഗത്തേക്ക് എത്തിയപ്പോൾ മുതൽ പാലക്കാട് ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ത്രികോണ മത്സരം പോയിട്ട് ഇപ്പോൾ നേരിട്ടുള്ള മത്സരം കോൺഗ്രസിലെ രമേശ് പിഷാരടിയുമായാണ്. രമേശ് പിഷാരടി സത്യത്തിൽ ഒരു നേർച്ചക്കോഴിയായാണ് അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. കാരണം രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറെ ആർക്കും കേരളത്തിൽ പാലക്കാട് പോയാൽ വോട്ട് ചോദിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയുണ്ട്. കോൺഗ്രസിന് ഇത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് ഒരു കൗൺസിലർ SC/ST പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും കോൺഗ്രസിന് അവിടെ വീടുകൾ കയറി പ്രചാരണം നടത്താൻ പോലും കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലർ അവിടേക്ക് എത്തിയ രമേശ് പിഷാരടിയെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കയറരുത് എന്ന് പറഞ്ഞ് വിലക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി. കേരളത്തിലെ BJPയുടെ എക്കാലത്തെയും വലിയ വനിതാ മുഖങ്ങളിലൊന്നായ ശോഭ സുരേന്ദ്രൻ പാലക്കാട് നിന്നും വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ.